ഏറ്റവും മികച്ച പ്രൊഫഷണൽ നാടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാട്ടുകുതിര ചേർത്തല ജൂബിലി തിയേറ്റേഴ്സ് 3000-ൽ പരം വേദികളിൽ അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷക മനസ്സിൽ ചേക്കേറിയ കഥാപാത്രങ്ങൾ 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. കരുത്തുറ്റ പ്രമേയവും വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളും നാടകീയ മുഹൂർത്തങ്ങളും കൊണ്ട് സമ്പന്നമായ ഈ നാടകത്തിന് ഒരു മുഖവുരയുടെ ആവശ്യമില്ല. പകയുടെയും പ്രതികാരത്തിൻ്റെയും മധ്യത്തിൽ എല്ലാം വെറുതെയായി എന്ന് ബോധ്യപ്പെടുന്ന മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ CN ശ്രീകണ്ഠൻ നായർ എന്ന നാടകത്ത് തന്റെ ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലും ആവിഷ്കരിക്കുന്നുണ്ട്. ബാഹുബലം കൊണ്ട് എല്ലാം പിടിച്ചടക്കാമെന്ന് അഹങ്കരിക്കുന്ന രാവണൻ അവസാനം നിരാശയുടെ പടുകുഴിയിലേക്ക് പതിക്കുമ്പോൾ എന്റെ ജീവിതം ഒരു പാഴ്ചിലവായിരുന്നു അല്ലേ മണ്ടോദരി എന്ന് ഭാര്യയോട് ചോദിക്കുന്നുണ്ട്. കാട്ടുകുതിരയിലെ കൊച്ചുവാവ എന്ന നായക കഥാപാത്രത്തിന്റെ മനസ്സിലും അവസാനം വരുന്ന ചോദ്യവും ഇത് തന്നെയാണ്. ഈ നാടകം ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് കിഴക്കേക്കടങ്ങല്ലൂർ ശ്രീ നരസിംഹ നഗറിലെ കലാക്ഷേത്ര എന്ന കലാസമിതിയാണ്. നമുക്കെല്ലാം സുപരിചിതരായ നമ്മുടെ അയൽവാസികളായ വീട്ടച്ഛന്മാരും വീട്ടമ്മമാരുമാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിലും വീട്ടുകാര്യങ്ങളിലുമുള്ള നിരവധി തിരക്കുകൾക്കിടയിൽ അഭിനയ കലയോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രം രംഗത്ത് വരുന്ന ഈ കലാകാരന്മാരെ കലാകാരികളെ നമുക്ക് കൈയടിച്ച് വരവേൽക്കാം. അഭിനേതാക്കളെയും കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തട്ടെ. കേന്ദ്ര കഥാപാത്രമായ കൊച്ചുവാവയായി നാടകത്തിൽ രാജൻ പി ദേവും ചലച്ചിത്രങ്ങളിൽ തിലകനും നിറഞ്ഞു നിന്നിരുന്നു. ഇവിടെ കൊച്ചുവാവയെ അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിന്റെ സംവിധായകൻ കൂടിയായ ശ്രീ രാധാകൃഷ്ണൻ കാഞ്ഞിരയാണ്. അദ്ദേഹം ആലുവ ബ്രില്യന്റ് അക്കാദമിയുടെ പ്രിൻസിപ്പലാണ്. ഈ നാടകാവതരണത്തിന്റെ മുഖ്യ സംഘാടകനും ശ്രീ രാധാകൃഷ്ണനാണ്. ആനക്കാരൻ രാമൻ നായരായി സുരേഷ് തമ്പരം രംഗത്ത് വരുന്നു. അദ്ദേഹം യൂണിറ്റ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഏരിയ മാനേജറാണ്. ചലച്ചിത്രത്തിൽ ബാബു നമ്പൂതിരിയാണ് ഈ റോൾ കൈകാര്യം ചെയ്തിരുന്നത്. പ്രേക്ഷക മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കുറത്തി കല്യാണിയായി ശ്രീമതി ഡെലീന ലോറൻസ് രംഗത്ത് വരുന്നു. ജ്യോതി നിവാസ് പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ് ഡെലീന ലോറൻസ്. സിനിമയിൽ KPS ലളിത കൈകാര്യം ചെയ്ത വേഷമാണ് കുറത്തി കല്യാണിയുടേത്. കൊച്ചുമാവയുടെ സെക്രട്ടറിയായി സദാ നിഴൽ പോലെ പിന്തുടരുന്ന ബാലകൃഷ്ണനെ ഓർക്കുന്നുവോ? സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച ആ കഥാപാത്രത്തെ ആർക്കാണ് മറക്കാൻ കഴിയുക? ഇവിടെ ആ വേഷപ്രകടനം നടത്തുന്നത് ശ്രീകുമാർ വില്ലാത്ത് ആണ്. കൊച്ചുവാവയുടെ ഭാര്യ മങ്കയായി അഭിനയിക്കുന്നത് ആശാ ജയചന്ദ്രൻ മൂത്തേടത്ത്. അവരുടെ മകൻ മോഹനചന്ദ്രൻ ഗോകുൽ കുത്തനാൻ. ചാരുലത തമ്പുരാട്ടിയായി അഭിനയിക്കുന്ന രഞ്ജിനി കൃഷ്ണൻ MSc പാസ്സായ ശേഷം DDRCയിൽ മൈക്രോബയോളജിസ്റ്റായി ജോലി ചെയ്യും. കാവടി യാത്രക്കാർ ലക്ഷ്മണൻ വൈകുണ്ഠം, പത്മനാഭൻ നായർ. കോളേജ് വിദ്യാർത്ഥികൾ ശരത് ജയൻ, വിമൽശ്രീ കൂത്താട്ട്, ഗോകുൽ മാരിമുത്തു. സുകുമാരനായി അഭിനയിക്കുന്നത് ജയചന്ദ്രൻ. രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ. ദീപസംവിധാനം ജോയ് കളപ്പുര. പശ്ചാത്തല സംഗീതം ശൈലേഷ്, ബിൻസി ആൻഡ് അനസ്. ചമയം ചന്ദ്രൻ ആൻഡ് ജോൺ. ശബ്ദവും വെളിച്ചവും MK സൗണ്ട് ആലുവ. പഴയ യാത്രക്കാരായി ദിലീപനും രംഗത്ത് വരുന്നു.
വാക്കിൽ ചലിക്കുന്നവരാണ് എല്ലാ നടന്മാരും. പോരായ്മകൾ കണ്ടേക്കാം, പരിമിതികൾ അറിഞ്ഞ് ദയവായി സഹകരിക്കുക. ശ്രീ നരസിംഹ നഗർ കലാക്ഷേത്ര അവതരിപ്പിക്കുന്നു കാട്ടുകുതിര. പ്രിയമുള്ള കലാസ്നേഹികളെ, നിങ്ങളുടെ ഏവരെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ആരംഭിക്കുന്നു കാട്ടുകുതിര. അടുത്ത ബെല്ലടിക്കുമ്പോൾ സ്റ്റേജിലേക്ക് വെളിച്ചം വരുന്ന എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ചന്ദ്രശേഖരനോ? അതെ, കോലോത്ത വലിയ മുമ്പനെ ചന്ദ്രശേഖരൻ. അതിനിപ്പോ ചന്ദ്രശേഖരൻ പോയില്ലേ? പക്ഷേങ്കില് രാമൻ നായരുടെ മനസ്സ് അങ്ങോട്ട് പോയിട്ടില്ല. മനസ്സിലായിരുന്നോ? സാറില്ല. രാമൻ നായരായിരുന്നല്ലോ ചന്ദ്രശേഖരന്റെ പാപ്പൻ. കൊച്ചപ്പുരട്ടിലൊന്നും കേട്ടിട്ട് പറ്റുള്ളൂ. കേൾക്കുന്നതല്ലേ രാമൻ നായരെ? അല്ല, ഇതങ്ങനെ എന്നും കേൾക്കണമല്ല. ചന്ദ്രശേഖരനെ തിരുമ്പഴുന്നല്ലോ ആറാട്ടിനെ. നമ്മുടെ ചന്ദ്രശേഖരനെ എഴുന്നള്ളിച്ച് നിർത്തിയിരിക്കുന്നത് കൊച്ചമ്പ്രാട്ടി കണ്ടിട്ടുണ്ടാവോ? അന്ന് ചേർത്തിട്ട് കൂടി ഇല്ലാലോ. കഴിഞ്ഞിട്ട് കൊച്ചമ്പ്രാട്ടി എഴുന്നള്ളിച്ച് നിർത്തിയിരുന്ന ചന്ദ്രശേഖരന്റെ വാലുമേല് ഏതോ ഒരു കുരുത്ത ദോഷം ഒറ്റ പിടി. ഇല്ല, വരണ്ടില്ല. ഇല്ല, കഴിഞ്ഞില്ല. രാമൻ നായരുടെ വാല്, രാമൻ നായർക്ക് വാലോ. അവിടെ നിൽക്കണ നായര, നീ കോലോത്തുനിന്ന് കേറിയിട്ട് പോലാണ് ആ നെല്ല് നായര. അവിടെ ചൂടുള്ള വാർത്തയാവും. പഠിത്തവും പരീക്ഷയും കഴിഞ്ഞ് പെണ്ണ് വീട്ടിലാട്ടച്ചപ്പോ പെണ്ണിന്റെ വയറ്റിലൊരു കൊച്ച് വിഴുങ്ങിയതാണാ പുഴുങ്ങിയതാണാന്ന് പെണ്ണിനാട് പോയി ചോദ്യം. പെണ്ണിനെ അവിടെ വീട്ടില് അച്ഛനും അമ്മയും കൂടെ എടുത്ത് തലക്കുന്നുണ്ട്. അതേതായാലും വേണ്ടിയിരുന്നില്ല.
പണിക്കരുദ്ദേഹത്തിന്റെ മകൻ ദുബായിൽ പോയി. വാർത്ത നമ്പർ 2. ഓ, ഉടനെ നമ്പർ ഇട്ടു. 2 മക്കളും വീട്ടിലുണ്ടേ. ദുബായിൽ നിന്ന് വന്നപ്പോ കൂട്ടത്തിലൊരു പെണ്ണ് കൂട്ടത്തിലുള്ള വിവരം അറിഞ്ഞില്ലെന്ന് ചെറുക്കൻ. കല്യാണം കഴിച്ചിട്ടാ വന്നതെന്ന് പെണ്ണ്. ദേ വന്നതും നിന്നതും തമ്മിൽ പയ്യനെന്തോ ചെയ്യും? ആരും കല്യാണി അല്ലേ പറഞ്ഞോളൂ. പെൺപിള്ളാരെ ചതിക്കാൻ നടക്കുമ്പോഴേ ഓർക്കണായിരുന്നു. ഇങ്ങനെയൊരു താക്കീത് എനിക്ക് വേണോ? അതല്ല പോട്ടെ, എടുക്കാനേ കല്യാണി എന്തായാലും പറയണ ഞാനെടുത്താണ് ഈ പൊങ്ങോ. കല്യാണി കേട്ടാ. ചായക്കടക്കാരെ പിടിച്ചു വെച്ചപ്പോഴേ എന്നാട് മേടിച്ചു കൊടുത്ത കാശെടുക്കാനാണ് പറഞ്ഞത്. കല്യാണി ഒന്ന് പതുക്കെ പറഞ്ഞോളൂ. കാശെടുത്തോ? അതിപ്പോ ചായക്കടി വെച്ച് വാങ്ങിച്ച കാശ് ചായക്കടി വെച്ച് തന്നെ ഒഴുക്കണല്ലേ എന്റെ ഭംഗി. എവിടെ കിടക്കണത്? എന്താ കിടക്കണത്? കുന്തം. ഓ, കുന്തം അല്ല കൊട. ഒന്ന് തന്നെയാ. കടം കൊടുത്ത കാശ് മേടിക്കാൻ ഇനി ഞാൻ പോയി ചായക്കടയിൽ ഇനി. സത്യം പറയാലോ കല്യാണി, വാങ്ങിയത് മടക്കി തരണമെന്ന് കലശലായ ആഗ്രഹമുണ്ട്. പക്ഷേങ്കില് കയ്യിലില്ല. നാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറയുക. ഓരോത്ത വലിയ ആനക്കാരനാണെന്ന് പറഞ്ഞാ നടക്കണത്. ഓരോത്തിന്റെ മഹത്വമൊക്കെ പോയി കല്യാണി. ഓരോ കൊച്ചുവാവയ്ക്ക് വിറ്റും. അറിയില്ലേ കൊച്ചുവാവ മുതലാളി, കുട്ടം മുതലാളി? ഓ, അറിയാം. ഇങ്ങനെ തെറി പറയണ ഒരു മനുഷ്യനുണ്ടാ? പച്ചക്കറി ഒരുത്തനുണ്ടല്ലോ ഉടുത്തൊരിഞ്ഞ് വാല് പോലെ പുറകെ നടക്കാൻ. ആരായിട്ടെന്താ പുണ്യം? തെറി കേട്ട് ആലമുണങ്ങി പോയി. മനുഷ്യൻ ഇങ്ങനെ തെറി പറയുക. ചെട്ടുകാരനായിരുന്നല്ലോ, ഇപ്പൊ കോടീശ്വരൻ. എന്തും പറയാം. ആരാ ചോദിക്കാൻ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കോലം വിറ്റപ്പ നിങ്ങൾക്ക് വെള്ളം ഇറങ്ങിയ? അതിനിപ്പോ ഞാനായിട്ടേ? ആര് വിറ്റാലും വിറ്റവരാണ് തന്നെയാണ് കല്യാണി ചോദിക്കുന്നത്. അതിനിപ്പോ വിറ്റവരൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇത് പൊതുകൊത്തായിരുന്നല്ലോ നിറവാട്. അവകാശികളിൽ കുറെ പേര് മലേഷ്യയില്, കുറെ പേര് കൽക്കട്ടയില്, കുറെ പേര് ബോംബെയില്. അവർക്കൊക്കെ അവിടെ പേരുമായിരുന്നു കൂട്ടിക്കോളൂ. പിന്നെന്തിനാ നാട്ടിൽ ഇങ്ങനെ ഒരു തറവാട്? എല്ലാവരും ചേർന്ന് നിന്നങ്ങട് വിറ്റു. ആ തമ്പരാട്ടിമാർക്ക് പോക്കടം ഇല്ലാത്തതുകൊണ്ട് അതുങ്ങളുടെ ഓഹരി വിറ്റില്ല അല്ലേ? വാസ്തവം. വിറ്റിട്ട് എവിടെ പോവാനാ? ആ മുറികള് തമ്പുരാട്ടിമാരുടെ അവകാശം. ആ ഒരു അവിടെ കൂടി ഒരു സഹായത്തിന് ഞാനും. അതേതായാലും കൊള്ളാം. സഹായത്തിന് പറ്റിയ ആള് ഫസ്റ്റ്. എന്നെ ഒന്നിനും കൊള്ളില്ലാന്ന് എനിക്കറിയാം കല്യാണിയെ. കുട്ടിക്കാലത്ത് ഈ കോലോത്ത് വന്ന് കൂടി. ഇനിയിപ്പോ സിദ്ധി കൂടണതും ഇവിടെ തന്നെ ആയിക്കോട്ടെ. വല്ലയിടത്തും പോയി കല്യാണവും കഴിച്ച് അച്ചീനെയും പൊറപ്പിക്കേണ്ട ഒരു മനുഷ്യനെ. ഇനിയോ കല്യാണം? എന്തിന്? അത് നേരത്തെ ഓർക്കണായിരുന്നു. അല്ല, അതിപ്പോ കല്യാണ കാര്യത്തില് കല്യാണങ്ങളാരും കണക്കാം. ഞാൻ ഓർക്കാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. പക്ഷേങ്കില് ഞാൻ നേരെ മറിക്കാം. വേണം തന്നെയായിരുന്നു ആഗ്രഹം. വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നു. കാലം പോയതറിയില്ല. അയ്യോ പാവം. അല്ല കല്യാണിയെ, ഒരു സംശയം. കല്യാണിയെ കാണുമ്പോഴൊക്കെ അതങ്ങോട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് സാധിക്കില്ല. എന്താ ഇപ്പഴങ്ങോട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ പരന്ന ഭൂമിയില് ഒറ്റക്കങ്ങോട്ട് കഴിയണേൽ കല്യാണിക്ക് ദുഃഖം തോന്നാറില്ലേ? എന്താ ദുഃഖമില്ലാന്നുണ്ടോ? ദുഃഖം ഇല്ലാണ്ടിരിക്കുക. ഞാനും ഒരു മനുഷ്യത്തിയല്ലേ. തീരെ പൊറുതി കെടുമ്പോ കൊറേ കക്ക അങ്ങോട്ട് എടുത്തിട്ട് നീറ്റും. അതിന്റെ ചൂടും ചൂരും ഏറ്റു കഴിയുമ്പോ